പൈത്തൺ സീരീസിൽ നമ്മൾ ഈ ഒരു സെക്ഷനിൽ സെറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് സെറ്റ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ മാത്തമാറ്റിക്കൽ ടപ്പിൾസും ലിസ്റ്റും കാണുന്ന പോലെ തന്നെയാണ് നമ്മളിവിടെ സെറ്റ് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി സെറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ ലിസ്റ്റും ടപ്പിൾസും കണ്ടതുപോലെ തന്നെ സോ അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ടൈപ്പ് ഐറ്റംസിനെ നമുക്ക് ഒരു സിംഗിൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതേ മെത്തേഡ് തന്നെയാണ് സെറ്റ്സിലും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ഓഫ് ഡേറ്റ ടൈപ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സെക്ഷനിലേക്ക് പോകാം. സോ നമ്മൾ ടപ്പിൾസ് കണ്ടുപോലെ തന്നെ സിൻടാക്സ് വരുന്നത് ടപ്പിൾസ് നമ്മൾ ടപ്പിൾസ് എന്ന് കൊടുത്തിട്ടാണ് ഒരു വേരിയബിളിനെയും നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു വേരിയബിളിലേക്കായിരിക്കും മൾട്ടിപ്പിൾ ഐറ്റംസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ സെറ്റ്സിനകത്തും സെറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം നമ്മൾ യൂസ് ചെയ്തിട്ടാണ്, അതായത് ടപ്പിൾസ് നമ്മൾ കണ്ട സെയിം മെത്തേഡ് തന്നെ സെറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം നമ്മളിവിടെ യൂസ് ചെയ്യും. സോ ഇവിടെ സെറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ സെറ്റ് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു നെയിം യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു വേരിയബിൾ അടിച്ചു കൊടുക്കുക. ദെൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമ്മൾ കേളി ബ്രാക്കറ്റിനകത്താണ് നമ്മൾ കൊടുക്കുന്നത്. സോ ലിസ്റ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റും അതുപോലെ തന്നെ ടപ്പിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ബ്രാക്കറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ സെറ്റ്സിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേളി ആയിട്ടുള്ള ബ്രാക്കറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാല്യൂസിനെ അടിച്ചു കൊടുക്കുന്നത്. സോ ഇവിടെ ഞാൻ 10 നമ്മൾ സെറ്റ്സിൽ നമുക്ക് ഇൻറ്റീജറും എല്ലാ ടൈപ്പ് ഡേറ്റ ടൈപ്സും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇൻറ്റീജറും ബൂളിയനും ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ്, അതുപോലെ തന്നെ സ്ട്രിങ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഡേറ്റ ടൈപ്സും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ കേളി ബ്രാക്കറ്റ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ രീതിയിലാണ് സെറ്റ്സിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് സെറ്റ്സിൽ നമുക്ക് ഒരു പ്രത്യേകത വരുന്നത് ഇതിൻ്റെ ഓർഡറുകൾ തമ്മിൽ, അതായത് ഇത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അൺഓർഡറൈഡ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മൾ ടപ്പിൾസിലും ലിസ്റ്റിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ ടൈപ്പുകൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡറുകളെല്ലാം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ set 1 is equal to 1 2 3 എന്ന ഒരു രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഒന്നെങ്കിൽ ചിലപ്പോൾ 2 ആയിരിക്കും ആദ്യം കിട്ടുന്നത്, ചിലപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ആയിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അൺഓർഡേർഡ് ആയിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ തന്നെ 0 1 2 എന്നുള്ള രീതിയിൽ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഡെക്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രിന്റ് ഫംഗ്ഷനകത്ത് സെറ്റ് 1 അതിൻ്റെ ഇൻഡെക്സ് 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടത്തില്ല. കാരണം ഇത് അൺഓർഡേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എത്രയെന്നുള്ള രീതിയിൽ കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഒരു വാല്യൂവിനെ നമുക്ക് ആഡ് ചെയ്യാനോ, ഇപ്പോൾ സെറ്റ് 0th ഇൻഡെക്സിൽ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് പോസിബിൾ അല്ല. സോ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളൊന്നെങ്കിൽ ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് പോലുള്ള ഫംഗ്ഷൻസ് നെയിമുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യുകയും ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. സോ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി മനസ്സിലാവും. സോ ടപ്പിൾസും സെറ്റ്സും ലിസ്റ്റും എല്ലാം നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് ഡേറ്റ ഐറ്റംസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വേരിയബിൾ നെയിം ഡയറക്റ്റ്ലി നമുക്ക് കൊടുക്കാം. ടപ്പിൾസും ലിസ്റ്റും സെറ്റ്സും വരുന്ന സമയത്ത് നമ്മൾ ടപ്പിൾസ് ആണെങ്കിൽ ടപ്പിൾ, ദെൻ ആ ഒരു വേരിയബിൾ നെയിം എന്തെങ്കിലും അടിച്ചു കൊടുക്കുക. സെറ്റ്സ് ആണെങ്കിൽ സെറ്റ്, ദെൻ നമുക്ക് ആ ഒരു വേരിയബിൾ നെയിം അടിച്ചു കൊടുക്കുക, അതിനകത്തായിരിക്കും കൊടുക്കുന്നത്. സോ ടപ്പിൾസിൽ നമ്മൾ നോർമൽ ബ്രാക്കറ്റും അതുപോലെ തന്നെ സെറ്റ്സിലാണെങ്കിൽ നമ്മൾ കേളി ബ്രാക്കറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ആ രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ലിസ്റ്റാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണ്. നമുക്ക് ഡയറക്റ്റ് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റാനെ റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. ടപ്പിൾസിലും ലിസ്റ്റും അതൊന്നും കാര്യങ്ങളൊക്കെ നമുക്ക് പോസിബിളായിട്ട് നമുക്ക് സെറ്റിൽ വരുന്ന സമയത്ത് നമുക്കത് പോസിബിൾ ആയിരിക്കത്തില്ല. നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഇൻഡെക്സ് വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സെറ്റ്സിൽ അൺഓർഡേർഡ് ആയിട്ടായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ നമുക്കതൊന്ന് പ്രാക്ടിക്കലി ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഒരു പുതിയ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ഞാനിവിടെ സെറ്റ് എന്ന് നെയിം കൊടുത്തു, ദെൻ 1 എന്ന് പറഞ്ഞ നെയിം കൊടുത്തു. ആ ഒരു വേരിയബിൾ സെറ്റ് 1 എന്ന് പറയുന്ന വേരിയബിൾ നെയിമിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ നമുക്കിവിടെ കേളി ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 10 കൊടുത്തു, ബൂളിയൻ കൊടുത്തു നോക്കാം, ബൂളിയൻ കൊടുത്തു, അതുപോലെ തന്നെ സ്ട്രിങ് കൊടുക്കാം, ABC, ദെൻ ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് 10.1 അങ്ങനെ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ സെറ്റ്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് നമുക്ക് ഇതിനകത്ത് അലോഡ് അല്ല. ഇപ്പോൾ 10 ഒരു തവണ വന്നിട്ടുണ്ട്, നമുക്ക് വീണ്ടും നമുക്ക് 10 കൊടുക്കാൻ അതിൻ്റെ ഔട്ട്പുട്ട് 10 കിട്ടത്തില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എറർ വരാൻ സാധ്യത കുറവാണ്, എറർ ഉണ്ടാവത്തില്ല. പക്ഷെ ഔട്ട്പുട്ടിൽ പ്രിൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിനകത്ത് എറർ ഇല്ല, പക്ഷെ ഔട്ട്പുട്ട് വരുന്നത്
10 ഒരു തവണയാണ്. ഇവിടെ നമ്മൾ 10 2 തവണ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു തവണയാണ് പ്രിൻ്റ് ആയിട്ട് വരത്തുള്ളൂ. സോ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ഇതിനകത്ത് അലൗഡ് അല്ല. അതുപോലെ തന്നെ അൺഓർഡേഡ് ആണ്. ഇത് ആദ്യം 10 കൊടുത്തു, ദെൻ ട്രൂ ആണ് ആദ്യം വന്നിരിക്കുന്നത് ഇവിടെ ഔട്ട്പുട്ടിൽ, അതിനുശേഷമാണ് 10 വന്നിരിക്കുന്നത്, അതിനുശേഷം 10.1 വന്നിരിക്കുന്നു, ദെൻ അതിനുശേഷം സ്ട്രിങ് വന്നിരിക്കുന്നു. ഇനി ഒരു തവണയും കൂടി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിലായിരിക്കും അൺഓർഡേഡ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഏത് രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സെറ്റ്സ് നമുക്ക് ഒരു ഇൻഡെക്സ് വാല്യൂ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ 0th ഇൻഡെക്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എറർ ആയിരിക്കും, കാരണം ഒബ്ജക്റ്റ് ഈസ് സബ്സ്ക്രിപ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻഡെക്സ് വാല്യൂ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുപോലെ തന്നെ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ സെറ്റ് 1 0th ഇൻഡെക്സിൽ നമുക്കൊരു വാല്യൂസിനെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ 0th ഇൻഡെക്സിൽ ഞാൻ 19 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യാൻ നോക്കി. സോ ഇൻഡെക്സ് വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ അസൈൻ ചെയ്യാനോ റിമൂവ് ചെയ്യാനോ നമുക്ക് പോസിബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ നമുക്ക് സ്ലൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് ഇതിനകത്ത് അലൗഡ് അല്ല. അപ്പോൾ സെറ്റ്സ് സെമിക്കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോ സ്ലൈസിങ്ങും അതുപോലെ തന്നെ സ്റ്റെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ്സിൽ നമുക്ക് അലൗഡ് അല്ല. സോ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ഫങ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ set1 ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ നമുക്ക് ഞാനിവിടെ 19 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ സോ ഇവിടെ 19 എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. റിമൂവ് നമുക്ക് ഏത് ടൈപ്പ് ഡേറ്റ ടൈപ്പാണ്, ഇപ്പോൾ ഞാൻ 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 ഉള്ളത് റിമൂവ് ആയിപ്പോവും. സോ 10 ഇതിനകത്തുനിന്ന് റിമൂവ് ആയി പോയി. ദെൻ ബാക്കിയുള്ളതാണ് പ്രിൻ്റ് ആയിട്ട് വന്നത്, ട്രൂ 10.1 ABC ആ രീതിയിലാണ് പ്രിൻ്റ് ആയിട്ട് വന്നത്. ഇതിനകത്ത് ഇല്ലാത്ത വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിലോ, ഇതിനകത്ത് ഇല്ലാത്തൊരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ എറർ ആയിരിക്കും വരുന്നത്, കാരണം കീ എററാണ് 11 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ അതിനകത്തില്ല. സോ അതുകൊണ്ട് തന്നെ കീ എററാണ് വന്നിരിക്കുന്നത്. സോ 10.1 റിമൂവ് ചെയ്ത് കളഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇതിനകത്ത് ഇൻഡെക്സിങ് മാറി മാറി വന്നുകൊണ്ടിരിക്കും അതിൻ്റെ വാല്യൂസ്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ളൊരു കേസിനകത്ത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. റിമൂവിന് പകരം നമുക്ക് ഇവിടെ ഡിസ്കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഡിസ്കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റിമൂവ് ആവുകയാണ് ചെയ്യുന്നത്. സോ 10.1 റിമൂവ് ആടായി. പക്ഷേ ഇതിനകത്ത് ഇല്ലാത്തൊരു വാല്യൂ ഇപ്പോൾ ഞാനിവിടെ 20 കൊടുത്തു. നമ്മുടെ ഇതിനകത്ത് ഇല്ലാത്ത വാല്യൂസാണ്. സോ ഇവിടെ ഇത് കൊടുത്തിട്ടൊന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവിൽ നമുക്ക് എറർ വരുമായിരുന്നു. സോ നമ്മൾ ഡിസ്കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എറർ വരത്തില്ല. സോ ഈ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് റിമൂവ്ഡ് ആയി പോകും, ഇല്ലെങ്കിൽ നത്തിങ് ഒന്നും നടക്കത്തില്ല. സോ അത് എറർ വരത്തില്ല ആ രീതിയിൽ. ക്ലിയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം ക്ലിയർ ആയിട്ട് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ആ ഒരു സെറ്റ് ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. നമുക്കിത് ഏത് ടൈപ്പാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഏത് ടൈപ്പാണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് വരുന്നത് സെറ്റാണ്. സോ സെറ്റ് ടൈപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോഡിംഗ് എക്സസൈസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.